ഗൾഫ് ഫോക്കസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഹജ്ജ് കർമ്മങ്ങൾ പുരോഗമിക്കുന്നു. മിനായിലെ ജംറയിൽ കല്ലേറ് കർമ്മം ആരംഭിച്ചു. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സൗദിയിലെ വിവിധ പള്ളികളിലും ഈദ്ഗാഹുകളിലും ഇന്ന് ബലിപെരുന്നാൾ നമസ്കാരം നടന്നു. ഇരു ഹറം പള്ളികളിലും ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കാനെത്തിയത്. മക്കയിലെ ഹറം പള്ളിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും ഖുതുബക്കും ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് നേതൃത്വം നൽകി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. أيها المسلمون، ومن الشعائر العظمى والطاعات الكبرى التي يتقرب بها إلى المولى جل وعلا. മദീനയിലെ മസ്ജിദ് നബവി പള്ളിയിൽ ഷെയ്ഖ് ഖാലിദ് ബിൻ സുലൈമാൻ അൽ മെഹ്ന പെരുന്നാൾ നമസ്കാരത്തിനും ഖുതുബക്കും നേതൃത്വം നൽകി. അതേസമയം ഹജ്ജ് കർമ്മങ്ങളുടെ 3-ാം ദിവസമായ ഇന്ന് മീനായിലെ ജംറയിൽ കല്ലേർ കർമ്മം പുരോഗമിക്കുകയാണ്. ഇന്നലത്തെ അറഫ സംഗമവും മുസ്ദലിഫയിലെ താമസവും കഴിഞ്ഞ് തീർത്ഥാടകർ ഇന്ന് രാവിലെയാണ് മീനായിൽ തിരിച്ചെത്തിയത്. 3 ജംറകളിൽ പ്രധാനപ്പെട്ട ജംറത്തുൽ അഖബയിൽ മാത്രമാണ് ഇന്ന് കല്ലെറിയുന്നത്. ഹറം പള്ളിയിൽ പോയി വിശുദ്ധ കഅബയെ പ്രദക്ഷിണം ചെയ്യുക, മുടിയെടുക്കുക, ബലി നൽകുക തുടങ്ങിയ കർമ്മങ്ങളും തീർത്ഥാടകർ ഇന്ന് തന്നെ പൂർത്തിയാക്കും. ഇഹ്റാമിന്റെ പ്രത്യേക വസ്ത്രം മാറ്റി സാധാരണ വസ്ത്രം ധരിക്കും. നാളെ മുതൽ 3 ദിവസം മിനായിൽ താമസിച്ച് തീർത്ഥാടകർ 3 ജംറകളിലും കല്ലേർ കർമ്മം നിർവഹിക്കും. മക്കയിൽ നിന്നും ജലീൽ കണമകലം, 24. ത്യാഗസ്മരണയിൽ ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാൾ ആഘോഷിച്ചു. ഗൾഫ് നാടുകളിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന നമസ്കാരങ്ങളിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും മഹത്വം വിളിച്ചോതിയാണ് ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ വിവിധ രാജ്യങ്ങളിൽ നടന്ന ഈദ്ഗാഹുകളിലും പള്ളികളിൽ നടന്ന നമസ്കാരങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കാനെത്തിയത്. പെരുന്നാൾ നമസ്കാരത്തിന് വിപുലമായ ക്രമീകരണങ്ങളാണ് എല്ലായിടത്തും ഒരുക്കിയിരുന്നത്. യുഎയിൽ, ദുബായിലും ഷാർജയിലുമായി 3 മലയാളത്തിൽ ഈദ്ഗാഹുകൾ നടന്നു. പരസ്പര സ്നേഹത്തിന്റെ സന്ദേശം മുറുകെ പിടിക്കണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. കുവൈത്തിൽ തീപിടുത്തത്തിൽ മരിച്ചവരെയും പലസ്തീനിൽ യുദ്ധക്കെടുതി അനുഭവിക്കുന്നവരെയും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ഹുസൈൻ സലഫി പറഞ്ഞു. കേരളം തരിച്ചു നിൽക്കുകയാണ്. പല വീടുകളിലും ഇന്ന് പെരുന്നാളില്ല. അതേപോലെ തന്നെ പെരുന്നാൾ ആഘോഷിക്കുന്ന വീടുകളുടെ തന്നെ അയൽപ്പക്കത്തുള്ള നമ്മുടെ അമുസ്ലിം സഹോദരങ്ങൾ, കുറേ ആളുകൾ അങ്ങനെ ജാതിയും അതൊന്നും വ്യത്യാസമല്ലാതെ ഒരുപാട് ആളുകൾ വെന്തുരുകി അവിടെ മരിച്ചു പോയിട്ടുണ്ട്. അവർക്കൊക്കെ ആശ്വാസം നൽകട്ടെ. ആ കുടുംബങ്ങളുടെ കണ്ണീർ തോരാ കണ്ണീരുകളാണ്. അവർക്കൊക്കെ നഷ്ടപ്പെട്ടത് വലിയ വലിയ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങൾ ഇനിയും അവരുടെ സ്വപ്നങ്ങൾ അവരുടെ കുടുംബത്തിന് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ളൊരു മനക്കരുത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ ഫലസ്തീനിലെ പീഡിതരായ നമ്മുടെ സഹോദരങ്ങൾ നേരത്തെ ഹുത്ബയിൽ നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ അവരുണ്ടാകണം. വംശീയ ഉന്മൂലനത്തിന് വേണ്ടി അവിടെയുള്ള ധിക്കാരികളുടെ പടയോട്ടങ്ങൾ എല്ലാത്തിനും ഒരു ശാന്തി ഉണ്ടാവട്ടെ, സമാധാനമുണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു എല്ലാ അർത്ഥത്തിലും ലോകത്തെല്ലായിടങ്ങളിലും സമാധാനം പുലരുവാൻ അവൻ്റെ പ്രത്യേകമായ കരുണ കടാക്ഷം എല്ലാ അർത്ഥത്തിലും അവൻ നിലനിർത്തുമാറാകട്ടെ. ദുബായ് മതകാര്യ വകുപ്പിന്റെ സഹകരണത്തോടെ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററും അൽമനാർ ഇസ്ലാമിക് സെന്ററുമാണ് ദുബായിലെ ഈദ്ഗാഹുകൾ ഒരുക്കിയത്. അൽഖൂസ് അൽമനാർ ഇസ്ലാമിക് സെന്ററിൽ മൗലവി മൻസൂർ മദീനിയും കിസൈസ് ടാർഗറ്റ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ മൗലവി ഹുസൈൻ കക്കാടും ഈദ്ഗാഹിന് നേതൃത്വം നൽകി. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനടുത്തുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിലെ ഈദ്ഗാഹിന് ഹുസൈൻ സലഫിയാണ് നേതൃത്വം നൽകിയത്. 100 കണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനകളിൽ പങ്കാളികളായത്. ഇവിടെ വരുന്ന ഈ ഈദ്ഗാഹിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പാറശാല മുതൽ ഇങ്ങ് കാസർഗോഡ് വരെയുള്ള ആൾക്കാർക്കും യാവരും ഒന്നിച്ച് അവരുടെ ബന്ധങ്ങൾ പുതുക്കാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർഷങ്ങളായി കാണുന്ന ആൾക്കാർ ഒന്നിച്ച് കാണാനും ഒക്കെ വളരുന്ന ഈ ഈദ്ഗാഹ് മലയാളത്തിൽ നമുക്ക് വളരെ ബഹുമാനപ്പെട്ട പണ്ഡിതൻ ഹുസൈൻ സലഫിയുടെ ഒരു ഉത്ബോധനമൊക്കെ കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പുണർന്നുകൊണ്ട് ആ മനസ്സുകൾ തമ്മിലുള്ള ഐക്യം നമുക്കറിയാം. വളരെയധികം പല കോവിഡ് വന്നപ്പോഴും ഇപ്പോൾ ഫ്ലഡ് വന്നപ്പോഴും ഒക്കെ നമ്മൾ മലയാളികളായിരുന്നു ഏറ്റവും മുന്നിലുണ്ടായിരുന്നത്. ആ മലയാളികൾക്കുള്ള ആ കൂട്ടൊരുമ അതൊക്കെ ഉറപ്പിക്കാൻ ഇതുപോലെയുള്ള ഈദ്ഗാഹുകളൊക്കെ വളരെയേറെ ഉപകാരപ്രദമാണ്. അതേസമയം മാസപ്പിറവി കാണാത്തതിനാൽ ഒമാനിൽ നാളെയാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുക. ദുബായിൽ നിന്നും ശരചിറകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. ത്യാഗത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശങ്ങൾ ഉയർത്തി കുവൈത്തിൽ വിശ്വാസികൾ ഈദ് ആഘോഷിച്ചു. അതേസമയം കുവൈത്ത് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മലയാളി സമൂഹം ഈദ് ആഘോഷങ്ങൾ ഒഴിവാക്കിയിരുന്നു. കുവൈറ്റിലും ത്യാഗത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശങ്ങൾ ഉയർത്തി വിശ്വാസികൾ ഈദ് ആഘോഷിച്ചു.
രാജ്യത്തെ ജുമാ നമസ്കാരം നടക്കുന്ന നിരവധി പള്ളികളിലും 54 ഈദ്ഗാഹുകളുമായി സജ്ജീകരിച്ച ഈദ് പ്രാർത്ഥനയിൽ സ്വദേശികളും വിദേശികളുമായി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. അതിരാവിലെ തന്നെ വിശ്വാസികൾ ഈദ് പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനായി പള്ളികളിലേക്കും ഈദ്ഗാഹുകളിലേക്കും എത്തിയിരുന്നു. കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽഹമ്മദ് അൽ സബാഹും ഭരണതലത്തിലെ പ്രമുഖരും ഗ്രാൻഡ് മസ്ജിദിൽ നടന്ന ഈദ് നമസ്കാരത്തിൽ പങ്കെടുത്തു. നമസ്കാരത്തിന് ശേഷം വിശ്വാസികൾ പരസ്പരം ഈദ് ആശംസകൾ കൈമാറി. വിവിധ മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ മലയാളം ഖുതുബയോട് കൂടിയുള്ള ഈദ് പ്രാർത്ഥനകളും നടന്നു. മംഗഫ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് കുവൈറ്റ് പ്രവാസികളുടെ ഇത്തവണത്തെ ഈദ് കടന്നു പോകുന്നത്. ഈദിനോടനുബന്ധിച്ച് വിവിധ മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഈദാഘോഷ പരിപാടികൾ നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നുവെങ്കിലും മംഗഫിലുണ്ടായ അപകടത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ സഹോദരന്മാരോടുള്ള ആദരസൂചകമായി ആഘോഷ പരിപാടികൾ ഒന്നും തന്നെ വേണ്ട എന്ന തീരുമാനത്തിലാണ് കുവൈറ്റിലെ മലയാളി സമൂഹം. ഗിരീഷ് ഒറ്റപ്പാലം, 24 കുവൈറ്റ്. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണ പുതുക്കി കേരളത്തിലെ വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കും. പള്ളികളിൽ രാവിലെ പെരുന്നാൾ നമസ്കാരം നടക്കും. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച മകൻ ഇസ്മയിലിനെ ദൈവകൽപ്പന പ്രകാരം ബലി കൊടുക്കാൻ തീരുമാനിച്ചെങ്കിലും നബിയുടെ ത്യാഗസന്നദ്ധത കണ്ട് മകനു പകരം ആടിനെ ബലി നൽകാൻ ദൈവം നിർദ്ദേശിച്ചു. ഇതാണ് വിശ്വാസികൾ ബലിപെരുന്നാളായി ആഘോഷിക്കുന്നത്. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇന്ന് ബക്രീദ് ആഘോഷിക്കുമ്പോൾ കേരളത്തിൽ നാളെയാണ് ബലിപെരുന്നാൾ. രാവിലെ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം നടക്കും. അതിനുശേഷം മഹല്ലുകളും പള്ളികളും കേന്ദ്രീകരിച്ച് ബലിയർപ്പണം. തുടർന്ന് മധുരം വിതരണം ചെയ്തും കുടുംബ വീടുകൾ സന്ദർശിച്ചും വിശ്വാസികൾ ആഘോഷത്തിൽ പങ്കുചേരും. തനിക്കുള്ളത് മറ്റുള്ളവർക്കും പങ്കുവയ്ക്കുക എന്ന മഹത്തായ സന്ദേശത്തിൻ്റെ ഭാഗമാകും. സംസ്ഥാനത്ത് പെരുന്നാൾ വിപണിയും സജീവമാണ്. ആഘോഷം പൊടിപൊടിക്കാൻ അവസാനവട്ട ഓട്ടത്തിലാണ് വിശ്വാസികൾ. 24 കോഴിക്കോട്. വിരുന്നോ ആഘോഷമോ ഒന്നുമില്ലാതെയായിരുന്നു ഗസയിലെ ഈദ്. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ പ്രാർത്ഥിക്കാൻ ഒത്തുകൂടിയായിരുന്നു വിശ്വാസികളുടെ ഇത്തവണത്തെ ബലിപെരുന്നാൾ ആഘോഷം. പതിവിലും വ്യത്യസ്തമായിരുന്നു ഗസയിലെ ഈദ് ആഘോഷം. ആഘോഷമില്ല, പുതിയ വസ്ത്രങ്ങളോ മധുര പലഹാരങ്ങളോ വാങ്ങിയില്ല, കുടുംബ സന്ദർശനങ്ങളുമില്ല. വടക്കൻ ഗസയിൽ നിന്നുള്ള 26-കാരിയായ അയ അലിക്ക് യുദ്ധകാലത്ത് 8ലേറെ തവണയാണ് കുടുംബത്തോടൊപ്പം പലായനം ചെയ്യേണ്ടി വന്നത്. ദേർ അൽ ബാലയിലെ ക്യാമ്പിൽ കൊടും ചൂടിൽ ഇടുങ്ങിയ ഒരു കൂടാരത്തിനുള്ളിൽ ടിന്നിലടച്ച ഭക്ഷ്യവസ്തുക്കളുമായാണ് ഈ കുടുംബത്തിന്റെ ഈദാഘോഷം. 8 മാസക്കാലം നീണ്ട യുദ്ധം ഗസയെ തകർത്തു. പെരുന്നാൾ ദിവസം സന്തോഷമുള്ള മുഖങ്ങൾ ഗസയിൽ എവിടെയും കാണാനില്ല. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലം കണ്ടെത്തിയവരുണ്ട്. അൽ അക്സ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ 40,000-ഓളം പേർക്ക് കഴിഞ്ഞെങ്കിലും പലർക്കും പള്ളിയിലേക്ക് പ്രവേശനം അനുവദിച്ചില്ലെന്നും വഫ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച 3 മലയാളികളുടെ കൂടി സംസ്കാരം നടന്നു. പത്തനംതിട്ട മേപ്രാൾ സ്വദേശി തോമസ് സി ഉമ്മൻ, കോട്ടയം ഇത്തിത്താനം സ്വദേശി ശ്രീഹരി പ്രദീപ്, പായിപ്പാട് സ്വദേശി ഷിബു വർഗീസ് എന്നിവർക്കാണ് പ്രിയപ്പെട്ടവർ ഇന്ന് വിട ചൊല്ലിയത്. പൊള്ളലേറ്റ് കുവൈത്തിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന 15 മലയാളികൾക്ക് സഹായം ഉറപ്പാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. ഗൃഹപ്രവേശനത്തിന് ഒരുങ്ങിയ പുതിയ വീട്ടിൽ അല്പസമയം പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് മേപ്രാലിലെ തോമസ് സി ഉമ്മന്റെ മൃതദേഹം സംസ്കരിച്ചത്. മന്ത്രി വീണ ജോർജ് അടക്കമുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും അന്തിമോപചാരം അർപ്പിച്ചു. ഉച്ചയ്ക്ക് 2 മണിയോടെ മേപ്രാൽ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിലായിരുന്നു സംസ്കാരം. കോട്ടയം സ്വദേശി ശ്രീഹരി പ്രദീപിന് വിട നൽകാനും നാടൊന്നായി ഒഴുകിയെത്തി. ഉച്ചയോടെ വീട്ടുവളപ്പിൽ സംസ്കാരം. പായിപ്പാട് സ്വദേശി ഷിബു വർഗീസിന്റെ സംസ്കാരവും ഇന്ന് നടന്നു. കുവൈറ്റ് തീപിടുത്തത്തിൽ പൊള്ളലേറ്റ 15 മലയാളികൾ ചികിത്സയിലുണ്ടെന്നും ഇവർക്ക് സർക്കാർ ചികിത്സാ സഹായം ഉറപ്പാക്കുമെന്നും മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. 24 കോട്ടയം, പത്തനംതിട്ട. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച 3 ഫിലിപ്പൈൻസ് ജീവനക്കാരുടെ മൃതദേഹം സ്വദേശമായ മനിലയിലേക്ക് കൊണ്ടുപോയതായി NBTC മാനേജ്മെന്റ് അറിയിച്ചു. എഡ്വിൻ പെട്രാസ് പെറ്റില, ജെഫ്രി കാറ്റുബെ, ജീസസ് ഒലിവറോസ് ലോബ്സ് എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ കുവൈത്തിലെ ഫിലിപ്പൈൻസ് എംബസിയുടെ സഹകരണം മികച്ചതായിരുന്നുവെന്നും അപകടത്തിൽ മരിച്ചവർ തങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളാണെന്നും NBTC മാനേജിംഗ് ഡയറക്ടർ KG എബ്രഹാം പറഞ്ഞു.
കുവൈത്ത് ദുരന്തത്തിൽ OICC കുവൈത്ത് അനുശോചന യോഗം സംഘടിപ്പിച്ചു. OICC നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങരയുടെ നേതൃത്വത്തിൽ അബ്ബാസിയയിലെ OICC അങ്കണത്തിലാണ് യോഗം സംഘടിപ്പിച്ചത്. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവർ എത്രയും വേഗം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തട്ടെ എന്നും വർഗീസ് പുതുക്കുളങ്ങര പ്രത്യാശ പ്രകടിപ്പിച്ചു. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. രക്തദാന ദിനത്തോടനുബന്ധിച്ച് അബുദാബി ശക്തി തിയേറ്റേഴ്സ് ഷാബിയ 10 നോർത്ത് യൂണിറ്റ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അബുദാബി ബ്ലഡ് ബാങ്ക്, ബ്ലഡ് ഡോണേഴ്സ് കേരള എന്നിവരുമായി സഹകരിച്ച് നടന്ന ക്യാമ്പ് ഡോക്ടർ ജയ്കിഷൻ ഉദ്ഘാടനം ചെയ്തു. UAE-യിലെ വിവിധയിടങ്ങളിൽ നിന്നുള്ള നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ഡോക്ടർ ഖുഷ്ബു ഷെത്ത്, ഡോക്ടർ അഹമ്മദ് ഫത്തി, തോമസ്, അജിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം പാർട്ടി വോട്ടുകളിലെ ചോർച്ചയെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. പാർട്ടി വോട്ട് ചോർന്ന മേഖലകളിൽ മണ്ഡലാടിസ്ഥാനത്തിൽ സമഗ്ര പരിശോധന നടത്തും. വൻതോതിൽ വോട്ട് ചോർന്ന ഇടങ്ങളിൽ അന്വേഷണ കമ്മീഷനെ നിയമിച്ചേക്കും. പത്തനംതിട്ട അടക്കമുള്ള സ്ഥലങ്ങളിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചേക്കും. തിരുത്തൽ നടപടിക്ക് മാർഗരേഖ ഉണ്ടാക്കാനും സെക്രട്ടേറിയറ്റിൽ നിർദ്ദേശം ഉയർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്കു പിന്നാലെ പാർട്ടിയിൽ തിരുത്തൽ ആവശ്യപ്പെട്ട് മുതിർന്ന CPIM നേതാവ് ഡോക്ടർ TM തോമസ് ഐസക് തുറന്ന മനസ്സോടെ ജനങ്ങളെ കേൾക്കാൻ തയ്യാറാകണം. സൈബർ പോരാളികളുടെ ഇടപെടൽ വിപരീത ഫലമുണ്ടാക്കിയെന്നും ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഡോക്ടർ TM തോമസ് ഐസക് വിമർശിച്ചു. അതിനിടെ തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കാൻ CPIM നേതൃയോഗങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എലിയനേഷൻ വന്നത്? പാർട്ടി പ്രവർത്തകരുടെ ഒരു പെരുമാറ്റ ശൈലി അത് തൃപ്തികരമല്ലതാണ്. അഴിമതി സംബന്ധിച്ചിട്ടുള്ള പല ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. അതിലുള്ള ദേഷ്യമാണ്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയുള്ള ആത്മവിമർശനത്തിൽ പാർട്ടിയിൽ തിരുത്തൽ വേണമെന്ന് സമ്മതിക്കുകയാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക്. തുറന്ന മനസ്സോടെ ജനങ്ങളുടെ വിമർശനങ്ങൾ കേൾക്കണം. പാർട്ടി അനുഭാവികളുടെ പോലും വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായെന്നും തോമസ് ഐസക്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോടുള്ള വലിയ അനിഷ്ടമാണ്. തങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ ദേഷ്യം അതിൻ്റെ ഒന്നാണ്. അവരെങ്ങനെയാണ് ഇതുവരെ കൂടെ നിന്ന സ്ഥലത്ത് നിന്ന് മാറിയത്? ഇതൊക്കെ തുറന്ന് പരിശോധിക്കേണ്ടി വരും. സൈബർ സഖാക്കൾ ഉപയോഗിക്കുന്ന ഭാഷ നിഷ്പക്ഷരെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നുവെന്നും തോമസ് ഐസക്കിന്റെ വിമർശനം. അതേസമയം CPIM-ൽ ഇപ്പോൾ നടക്കുന്നത് നേതാക്കൾ തമ്മിലുള്ള പോരെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കുറ്റപ്പെടുത്തൽ. CPIM നേരിടുന്നത് ഡീജനറേഷനാണ്, ജീർണതയാണ്. ആ ജീർണത ആണ് നേതാക്കന്മാർ തമ്മിലുള്ള പോരാണി കാണുന്നത്. ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കില്ലേ എന്ന് ഇപ്പം ഞങ്ങൾ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കേണ്ട സ്ഥിതിയിലാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കാൻ CPIM നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. CPI തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമെന്നും മുഖ്യമന്ത്രി മാറാതെ ഭരണം നന്നാകില്ല എന്നും വിമർശനമുയർന്നു. പൗരത്വ യോഗങ്ങൾ മതയോഗങ്ങളായി മാറിയെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ വേണ്ടി ചേർന്ന CPI ജില്ലാ കൗൺസിൽ യോഗത്തിലാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഗുരുതര വിമർശനം ഉയർന്നത്. മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള അഴിമതി ആരോപണവും തിരിച്ചടിയായി. തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് ഭരണവിരുദ്ധ വികാരമാണ്. മന്ത്രിമാരുടെ പ്രകടനം മോശമാണെന്നും ജില്ലാ കൗൺസിലിൽ ചില അംഗങ്ങൾ വിമർശനമുയർത്തി. ന്യൂനപക്ഷ പ്രീണനം പരിധി വിട്ടത് തിരിച്ചടിയായെന്നാണ് ഒരംഗം പറഞ്ഞത്. പൗരത്വ യോഗങ്ങൾ മതയോഗങ്ങളായി മാറി. യോഗങ്ങളിൽ മതമേധാവികൾക്ക് അമിത പ്രാധാന്യം കൊടുത്തു. രാഷ്ട്രീയ ക്യാമ്പയിന് പകരം മതസംഘടനകളുടെ യോഗമായി മാറിയെന്നും ഈഴവ പിന്നോക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കൈവിട്ടുവെന്നും ചില അംഗങ്ങൾ പറഞ്ഞു. നവകേരള സദസ്സ് ദൂർത്തായി മാറിയെന്നാണ് ജില്ലാ കൗൺസിലുണ്ടായ മറ്റൊരു വികാരം. ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പണപ്പിരിവ് നടന്നുവെന്നാണ് വിമർശനമുയർന്നത്. PP സുനീറിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയും ചില അംഗങ്ങൾ രംഗത്ത് വന്നു. ന്യൂനപക്ഷമെന്ന പരിഗണനയിലാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. ഇത് CPIയുടെ രീതിയല്ല. CK ചന്ദ്രപ്പന്റെയും വെളിയം ഭാർഗവന്റെയും കാലത്തെ പോലെ തിരുത്തൽ ശക്തിയാകാൻ CPIക്ക് കഴിയുന്നില്ലെന്നും ചില അംഗങ്ങൾ കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് കണ്ടെത്തിയെന്ന് സമ്മതിച്ച് കേന്ദ്ര സർക്കാർ. 2 ഇടങ്ങളിൽ ക്രമക്കേട് നടന്നതായി വിവരം ലഭിച്ചെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. നീറ്റ് പരീക്ഷ വിദ്യാർത്ഥി വിരുദ്ധമാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കുറ്റപ്പെടുത്തി. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേടുണ്ടെന്നാരോപിച്ച് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെയാണ് വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ കേന്ദ്രമന്ത്രിയുടെ തുറന്നു പറച്ചിൽ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ക്രമക്കേടിൽ പങ്കുണ്ടെങ്കിൽ വെറുതെ വിടില്ലെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. उसमें कोई भी बड़े अधिकारी हो, NTA की कितने भी बड़े दायित्वधारी हो, अगर वो उनमें गुनहगार पाए जाएंगे उनको भी छोड़ा नहीं जाएगा. और NTA में बहुत सुधार की आवश्यकता है.
कुछ विषय एनटीए का स्वायत्त संस्था था, लेकिन एनटीए की बारे में सुधारने की बहुत आवश्यकता है। सरकार उसके ऊपर भी चिंता कर रही है। ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നും ക്രമക്കേടില്ലെന്നും ആവർത്തിക്കുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് കനത്ത തിരിച്ചടിയാണ് മന്ത്രിയുടെ പ്രസ്താവന. ഗ്രേസ് മാർക്ക് നൽകിയ 1563 വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്താൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. എക്കാലത്തും നീറ്റ് പരീക്ഷയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വിമർശനം കടുപ്പിച്ചു. വ്യാപക ക്രമക്കേടും അഴിമതിയും ഇത്തവണ പരീക്ഷയിൽ നടന്നു. പരീക്ഷ വിദ്യാർത്ഥി വിരുദ്ധമാണെന്നും നിർത്തലാക്കണമെന്നും എം കെ സ്റ്റാലിൻ പറഞ്ഞു. 24 ഡൽഹി. വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് ഫേസ്ബുക്കിൽ നിന്ന് പിൻവലിച്ച് മുൻ എംഎൽഎയും സിപിഐഎം നേതാവുമായ കെ ലതിക. ഇതിന് പിന്നാലെ ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്ക് ചെയ്തു. കെ ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച കേസിൽ യൂത്ത് ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് കാസിം കുറ്റക്കാരനല്ലെന്ന് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിനു പിന്നാലെ ഈ സ്ക്രീൻഷോട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കെ ലതികയെയും സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവരെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് UDF പ്രതിഷേധം ശക്തമാക്കി. ഈ സാഹചര്യത്തിലാണ് കെ ലതിക കാഫിർ സ്ക്രീൻഷോട്ടും അനുബന്ധ കുറിപ്പും പിൻവലിച്ച് ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്ക് ചെയ്തത്. ഇതോടെ വിവാദത്തിൽ കെ ലതികയുടെ പങ്ക് വ്യക്തമായതായി കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ. കെ ലതിക സ്ക്രീൻഷോട്ടിൽ നിന്ന് പിൻവലിക്കാൻ ഹൈക്കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു. പൊതുസമൂഹത്തിനോട് കെ ലതിക മാപ്പ് പറയണം, അല്ലെങ്കിൽ CPM അവരെ തള്ളിപ്പറയണം. കെ ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശ ദിവസമാണ് വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. വിഷയത്തിൽ കേസെടുത്ത പോലീസ് കെ ലതിക ഉൾപ്പെടെ 12 പേരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. 24 കോഴിക്കോട്. ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും. കോയമ്പത്തൂർ മധുക്കരയിൽ മലയാളി യുവാക്കളെ ആക്രമിച്ച കവർച്ചാ സംഘത്തിലെ 4 പേർ പിടിയിൽ. ഒരാൾ സൈനികനാണ്. 4 പേരും പാലക്കാട് ചിറ്റൂർ സ്വദേശികളാണ്. കുഴൽപ്പണ സംഘമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് യുവാക്കളെ കവർച്ചാ സംഘം ആക്രമിച്ചത്. പരാതി പറയാനെത്തിയപ്പോൾ കുന്നത്തുനാട് പോലീസ് പരിഹസിച്ചെന്ന യുവാക്കളുടെ പരാതിയിൽ എറണാകുളം റൂറൽ SP അന്വേഷണം ഉറപ്പു നൽകി. 24 ഇംപാക്ട്. കോയമ്പത്തൂർ മധുക്കര ഹൈവേ റോബറി കേസിലാണ് സൈനികനടക്കം 4 പേരെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. മദ്രാസ് റെജിമെന്റിലെ സൈനികൻ വിഷ്ണു ഉൾപ്പെടെയുള്ള 4 അംഗ സംഘമാണ് പോലീസ് പിടിയിലായത്. ഈ മാസം 14-ാം തീയതി കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്ത മലയാളികളെ കോയമ്പത്തൂർ ബൈപ്പാസിലെ ടോൾ ബൂത്തിന് സമീപം ഹൈവേ റോബറി സംഘം ആക്രമിച്ച വാർത്ത 24 ആണ് ഇന്ന് രാവിലെ പുറത്തുവിട്ടത്. അക്രമികൾ വന്ന വാഹനം ഇടിച്ചു തെറിപ്പിച്ചാണ് യുവാക്കൾ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടത്. കുഴൽപ്പണം കടത്തിക്കൊണ്ടുവന്ന സംഘമെന്ന് കരുതിയാണ് പ്രതികൾ യുവാക്കളുടെ വാഹനം തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. ചിറ്റൂർ സ്വദേശികളായ ശിവദാസ്, രമേഷ് ബാബു, വിഷ്ണു, അജയകുമാർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ 2 പേരെ കൂടി പിടികൂടാനുണ്ട്. പ്രതികൾ സഞ്ചരിച്ച വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോയമ്പത്തൂരിലെ അക്രമ സംഭവം നാട്ടിലെത്തിയ ശേഷം യുവാക്കൾ കുന്നത്തുനാട് പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പരാതി കേട്ട ശേഷം തങ്ങൾ എന്തു ചെയ്യണമെന്നാണ് കുന്നത്തുനാട് പോലീസ് യുവാക്കളോട് ചോദിച്ചത്. ഈ വിവരം വാർത്തയായതോടെ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആലുവ റൂറൽ SP DYSPക്ക് നിർദ്ദേശവും നൽകി. യുവാക്കളെ വിളിച്ച് SP വിശദാംശങ്ങൾ തേടുകയും ചെയ്തു. സേലം കോയമ്പത്തൂർ ദേശീയപാതയിൽ വാഹനയാത്രക്കാരെ ആക്രമിച്ച് പണം തട്ടുന്നത് പതിവാക്കിയ സംഘമാണ് പിടിയിലായതെന്ന സൂചനയും മധുക്കര പോലീസ് നൽകുന്നുണ്ട്. ശ്യാംകുമാർ, 24 കൊച്ചി. പാലക്കാട് തൃത്താലയിൽ പോലീസുകാരനെ കാറിടിപ്പിച്ച ശേഷം കടന്നുകളഞ്ഞ കേസിൽ മുഖ്യപ്രതി പിടിയിൽ. ഞാങ്ങാട്ടിരി സ്വദേശി അലൻ അഭിലാഷാണ് പിടിയിലായത്. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് അലൻ ഓടിച്ചിരുന്ന കാർ ഗ്രേഡ് SI PK ശശികുമാറിനെ ഇടിച്ചത്. പട്ടാമ്പിയിൽ നിന്നാണ് 19-കാരനായ പ്രതി അലനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. SIയെ വാഹനമിടിച്ച സമയത്ത് കൂടെയുണ്ടായിരുന്നത് സുഹൃത്തായ ഒറ്റപ്പാലം സ്വദേശി അജീഷ് ആണെന്ന് അലൻ മൊഴി നൽകി. അജീഷിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. തൃത്താല വെള്ളിയാങ്കല്ല് മംഗലം ഭാഗത്ത് പോലീസ് വാഹന പരിശോധന നടത്തുകയായിരുന്നു. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട കാറിനടുത്തേക്കെത്തിയ ഗ്രേഡ് SI ശശികുമാറിനെയും സംഘത്തെയും കണ്ട് യുവാക്കൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. കാർ തിരിക്കുന്നതിനിടെ SIയെ ഇടിച്ചതറിഞ്ഞിട്ടും യുവാക്കൾ നിർത്താതെ പോയി. കാർ കൊണ്ട് നിൽക്കണ്ടിട്ട് പോലീസ് വണ്ടി അവിടുന്ന് വന്നു. പോലീസ് വണ്ടി മുൻപിൽ നിർത്തിയ നേരത്തെ ഈ റിവേഴ്സ് എടുത്തിട്ട് പോയതാണ്. അപ്പോൾ നേരത്തെ അപ്പോഴേക്ക് SI ഇറങ്ങിയിട്ട് കൈ കാണിക്കാൻ വണ്ടി തടയാൻ വേണ്ടി നോക്കിയതാ. ഞാങ്ങാട്ടിരി സ്വദേശി അഭിലാഷിന്റെ ഉടമസ്ഥതയിലുള്ള ഫോക്സ് വാഗൻ പോളോ കാർ SIയെ ഇടിച്ചിട്ട ശേഷം അമിത വേഗത്തിൽ പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ഗ്രേഡ് SI ശശികുമാർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 24 പാലക്കാട്. സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന സർക്കുലർ കത്തിച്ച് വിമത വിഭാഗത്തിന്റെ പ്രതിഷേധം.
അൽമായ മുന്നേറ്റത്തിന്റെ നേതൃത്വത്തിൽ കാക്കനാട് സെന്റ് ഫ്രാൻസിസ് പള്ളിയിലും വാഴക്കാലയിലും പ്രതിഷേധമുണ്ടായി. മഞ്ഞപ്ര പള്ളിയിൽ വികാരി സർക്കുലർ വായിച്ചു. അടുത്ത മാസം 3-നകം ഏകീകൃത കുർബാന നടപ്പാക്കിയില്ലെങ്കിൽ കർശന നടപടിയെന്നാണ് സഭാ നേതൃത്വത്തിന്റെ നിലപാട്. മാർപ്പാപ്പ നേരിട്ടിടപെട്ടിട്ടും സിറോ മലബാർ സഭയിലെ കുർബാന തർക്കം രൂക്ഷമാകുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന സിനഡ് സർക്കുലറിനെതിരെയാണ് നിലവിലെ പ്രതിഷേധം. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലെ വിവിധ പള്ളികളിൽ വിമത വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം അരങ്ങേറി. കാക്കനാട് സെന്റ് ഫ്രാൻസിസ് പള്ളിയിലും വാഴക്കാല സെന്റ് ജോസഫ് ചർച്ചിലും സർക്കുലർ കത്തിച്ചു. എളംകുളം ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ സർക്കുലർ കോപ്പി കീറിയെറിഞ്ഞു. മുഴുവൻ പള്ളികളെയും ഞങ്ങളുടെ വിശ്വാസ സമൂഹം പ്രതിരോധിക്കാൻ സജ്ജമാകും. അതിൽ വെച്ചിരിക്കുന്ന ഞങ്ങൾ മുദ്രാവാക്യം തന്നെ ഇതാണ്: ഞങ്ങളുടെ പള്ളി, ഞങ്ങളുടെ അതിരൂപത, ഞങ്ങളുടെ വിശ്വാസം. ഇതിന് മൂന്നിലും ആരെയും അതിക്രമിച്ച് കടന്നു കയറാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിനെ പ്രതിരോധിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അതേസമയം കുർബാനയ്ക്കിടെ കാഞ്ഞൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന വിഭാഗം അൾത്താരയിൽ കയറി പ്രതിഷേധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് ഉദയംപേരൂർ സുനഹദോസ് പള്ളിയിൽ വികാരി സർക്കുലർ വായിച്ചില്ല. അടുത്ത മാസം 3-നകം ഏകീകൃത കുർബാന നടപ്പാക്കിയില്ലെങ്കിൽ കർശന നടപടിയെന്നാണ് സഭാ നേതൃത്വത്തിന്റെ നിലപാട്. 24 കൊച്ചി. കൊല്ലം ചാത്തന്നൂരിൽ ദേശീയപാതയിൽ കാറിന് തീപിടിച്ച് ഡ്രൈവർ വെന്തുമരിച്ചു. കല്ലുവാതുക്കൽ സ്വദേശിയാണ് മരിച്ചത് എന്നാണ് സൂചന. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പോലീസ് പറഞ്ഞു. പാരിപ്പള്ളിയിൽ നിന്ന് ചാത്തന്നൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന ദേശീയപാതക്കരികിൽ നിർത്തി. നിമിഷങ്ങൾക്കകം കാറിനുള്ളിൽ തീ പടരുകയായിരുന്നു. ചാത്തന്നൂർ കുരിശുമൂടിന് സമീപം വൈകിട്ട് 7 മണിയോടെയായിരുന്നു അപകടം. പരവൂരിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് തീയണച്ചത്. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. ഗ്ലാസ് പൊളിച്ച ആളിനെ എടുക്കാൻ നോക്കി. അപ്പം ബോണറ്റൊന്നും കത്തിയിട്ടില്ലായിരുന്നു. ഫസ്റ്റ് ഡ്രൈവർ സീറ്റാ കത്തി. അതിനകത്തുനിന്ന് നന്നായിട്ട് തീ വന്നോണ്ട് ആൾക്കാർക്ക് അടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ വലുതായിട്ടുള്ള സ്ക്രീമിങ്ങും കാര്യങ്ങളൊന്നും കേട്ടതുമില്ല. ആദ്യമേ ഡ്രൈവർ സീറ്റ്, പിന്നെ ബാക്ക് കത്തി, അതിനുശേഷം പിന്നെ ബോണറ്റൊക്കെ കത്തിയത്. മരിച്ചയാളുടെ അസ്ഥികൂടം മാത്രമാണ് കാറിനുള്ളിൽ നിന്ന് ലഭിച്ചത്. കൊല്ലം മങ്ങാട് സ്വദേശിയുടെ ഉടമസ്ഥയിലുള്ള കാറാണ് കത്തിപ്പോയതെന്ന് പോലീസ് പറഞ്ഞു. കാർ ഉടമയുടെ ഭാര്യാപിതാവ് ഇന്ന് രാവിലെ കാറുമായി പുറത്തേക്ക് പോയിരുന്നു. പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് വിവരമൊന്നുമില്ല. ഇദ്ദേഹമാണ് മരിച്ചതെന്ന നിഗമനത്തിലാണ് പോലീസ്. മരിച്ചയാളെ തിരിച്ചറിയാൻ ശാസ്ത്രീയ പരിശോധന നടത്താനാണ് പോലീസിന്റെ തീരുമാനം. 24 കൊല്ലം. കശ്മീരിൽ വിജയം കണ്ട സീറോ ടെറർ പ്ലാൻ ജമ്മുവിലും നടപ്പാക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സുരക്ഷാ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി. ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് നിർദ്ദേശം. ജമ്മു കശ്മീരിലെ റിയാസി, കത്വ, ടോഡ എന്നിവിടങ്ങളിൽ തുടർച്ചയായ ദിവസങ്ങളിൽ ഭീകരാക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നതതല യോഗം വിളിച്ചത്. കശ്മീരിലെ പോലെ ജമ്മുവിലും ഭീകരവാദം തുടച്ചു നീക്കണമെന്ന് അമിത്ഷാ നിർദ്ദേശം നൽകി. ഭീകരരെ അടിച്ചമർത്താൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഏജൻസികൾ ഏകോപനത്തോടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണം. ജമ്മു കശ്മീരിലെ ഭീകരവാദത്തിനെതിരായ പോരാട്ടം അതിന്റെ നിർണായക ഘട്ടത്തിലാണെന്നും ആഭ്യന്തരമന്ത്രി യോഗത്തിൽ പറഞ്ഞു. സംഘടിത ഭീകരാക്രമണങ്ങൾ ഇപ്പോൾ നിഴൽ യുദ്ധങ്ങളായി ചുരുങ്ങിയിട്ടുണ്ടെന്നും ഭീകരവാദ പ്രവർത്തനങ്ങൾ ഗണ്യമായി കുറഞ്ഞതിന്റെ പ്രതിഫലനമാണ് സഞ്ചാരികളുടെ ഒഴുക്കെന്നും യോഗം വിലയിരുത്തി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നടന്ന യോഗത്തിൽ ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കരസേനാ മേധാവി മനോജ് പാണ്ഡെ, നിയുക്ത കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, IB ഡയറക്ടർ തപൻ ദേക്ക, CRPF DG അനീഷ് ദയാൽ, BSF DG നിതിൻ അഗർവാൾ, ആഭ്യന്തര മന്ത്രാലയത്തിലെയും ജമ്മു കശ്മീരിലെയും ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ജൂൺ 29 മുതൽ ഓഗസ്റ്റ് 19 വരെ നടക്കുന്ന അമർനാഥ് തീർത്ഥയാത്രയുടെ സുരക്ഷാ തയ്യാറെടുപ്പുകളും യോഗം ചർച്ച ചെയ്തു. 24 ഡൽഹി. മലപ്പുറം താനൂരിൽ പോലീസിനെതിരെ പ്രതിഷേധവുമായി CPIM. പാർട്ടി അംഗത്തിന്റെ മകനെ മർദ്ദിച്ച ശേഷം അറസ്റ്റ് ചെയ്തെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. താനൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ സർക്കാർ നയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയാണെന്ന് ഏരിയ കമ്മിറ്റി ആരോപിച്ചു. വ്യത്യസ്തമായ രാഷ്ട്രീയ ആശയങ്ങളുള്ള ആളുകൾ പോലീസ് ഏമാന്മാരുടെ തൊപ്പിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിക്കുന്നുണ്ടാവും. അവർക്ക് അവിടെ രാഷ്ട്രീയം നടപ്പാക്കാനുള്ള സ്ഥലമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിക്കുന്ന കേരളം. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളണം. എന്തു ചെയ്താലും കേരളത്തിൽ ഒരു ഭരണമുണ്ട്. ആ ഭരണമുള്ളത് കൊണ്ട് ഇവർ അനങ്ങില്ല എന്നൊന്നും ധരിക്കേണ്ട. ഞങ്ങൾക്ക് ഇത് നടത്താൻ ഒരു ഭരണവും തടസ്സമല്ല. CPIM ഏരിയ കമ്മിറ്റി അംഗം M അനിൽകുമാറിന്റെ മകൻ ലെനിനെ പോലീസ് കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്തത്. വീട് വളഞ്ഞ ശേഷം ലെനിനെ വലിച്ചിഴച്ചാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. ട്രൗസർ മാത്രം ധരിച്ച അവസ്ഥയിലാണ് യുവാവിനെ സ്റ്റേഷനിൽ നിർത്തിയതെന്നും പിന്നീട് കോടതിയിലേക്ക് കൊണ്ടുപോയതെന്നുമാണ് CPIMന്റെ ആരോപണം. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു താനൂർ നഗരത്തിലെ CPIMന്റെ പ്രകടനം. ഒരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങള്
ജനങ്ങളുടെ വിഷയം ഏറ്റെടുക്കുന്ന പാർട്ടിയാണ് ഈ പാർട്ടി. സാധാരണ ജനങ്ങളുടേതടക്കം, ആ സാധാരണ ജനങ്ങൾക്കടക്കം ഇത്തരത്തിലുള്ള നിലപാട് പോലീസ് സ്വീകരിച്ചാൽ അത് തിരുത്തിക്കാൻ ആവശ്യമായ നിലപാടുമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വാറന്റുള്ള പ്രതിയെയാണ് അറസ്റ്റ് ചെയ്തതെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. 24 മലപ്പുറം. ഈ റിപ്പോർട്ടോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.